മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനലൊന്ന് ഹൈപ്പ് ചെയ്യണേ. മഞ്ജു മേഘൻ്റെ തലയിങ്ങനെ ചീർപ്പും കൊണ്ട് ചീവി കൊടുക്കട്ടെ കേട്ടോ. ഒന്ന് പതുക്കെ മഞ്ജു, തല വേദനിക്കുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. നല്ല രക്തയോട്ടം കിട്ടും മേഘേട്ട എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം മഞ്ജു മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, സാഗർ പറഞ്ഞത് സത്യമാവട്ടെ, നിൻ്റെ തല തന്നെ ഞാൻ ഇല്ലാതാക്കാം എന്നിങ്ങനെ മനസ്സിൽ പറയാണ്. അതേസമയം മേഘം പറയണം, ആ മതി മഞ്ജു, ഏതായാലും ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. ഏതായാലും ഒരു കാര്യമുണ്ട്, കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാര്യത്തിലൊരു തീരുമാനത്തിന് ആയതിനു ശേഷം നമുക്കൊരു നീണ്ട യാത്ര പോകണം, ആസ്വദിച്ചിട്ട് വേണം നമുക്ക് പോവാനേ എന്നിങ്ങനെ പറയണം കേട്ടോ. വന്നു പോയ യാത്ര ഒരു സുഖമില്ല, എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരട്ടെ, ഞാൻ വന്നതിന് ശേഷം നിൻ്റെ തലയിൽ എണ്ണയിട്ട് മസാജ് ചെയ്ത് തരാൻ പറയും. അത് വേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് സാഗർ വന്നിട്ട് മാർക്കോയോട് ഇങ്ങനെ സംസാരിക്കണം കേട്ടോ, നീ ചെയ്തത് നല്ല കാര്യമാണ്, നിനക്കെന്തായാലും അവനൊരു നല്ലൊരു പണി കൊടുക്കാൻ കിട്ടിയ ഒരു അവസരമാണ്, അത് നീ മുതലാക്കണം. കാരണം അവൻ എന്നെ പെണ്ണ് കേസിലാണ് കുടുക്കിയത്, അതേപോലെ തന്നെ അവൻ ചെയ്ത കാര്യങ്ങൾ അവൾ അറിയണം, അവളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും നീ പറയണം എന്നിങ്ങനെ മാർക്കോയും ലോപ്പസും കൂടിയിട്ട് പറയണം കേട്ടോ. എന്തായാലും ശരി, കുട്ടിയുള്ള കാര്യമൊക്കെ അറിയല്ലേ, എന്തായാലും അവൻ്റെ കുടുംബജീവിതം തകരും, അതുകൊണ്ട് നീ വേണ്ട പോലെ ചെയ്യണമെന്ന് മാർക്കോ സാഗറോട് ഇങ്ങനെ പറയണം കേട്ടോ. പറയുന്നുണ്ട്, പക്ഷേ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനെ പേടിയാണ്, അവനെ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയണം കേട്ടോ. അവനെ ഞാൻ 2 കൊടുക്കണമെന്നിങ്ങനെ വിചാരിച്ചതാണ്, അവനെ നീ പേടിക്കേണ്ട ആവശ്യമില്ല, അവനൊരു പെണ്ണിൻ്റെ കാര്യത്തിലാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അവൻ്റെ ഭാര്യ നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് എന്താടാ കാര്യം, ചത്തു പോകുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ പറയണം. പിന്നീട് കാണിക്കുന്നത് മേഘ ഇങ്ങനെ മാനസയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. മാനസയോട് പോയതും ചോദിക്കുന്നുണ്ട്, മോനെ കളിപ്പിച്ച് ടോയ്സൊക്കെ കൊടുത്തതിന് ശേഷം മാനസയോട് പറയുന്നുണ്ട്, ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇത് നീയാണോ മഞ്ജുവിന് അയച്ചു കൊടുത്തത് എന്ന് ചോദിക്കണം. ഞാനല്ല മഞ്ജുവിന് അയച്ചു കൊടുത്തത് എന്ന് പറയും. പക്ഷെ എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് തന്നെ ഭയങ്കര ഇളക്കമാണ്, നീ അന്ന് രാത്രി തന്നെ വിളിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കും. അത് വിളിക്കാതിരുന്നത് എന്നെ കല്യാണത്തിന് വിളിക്കാത്ത കാരണമാണ് എന്നിങ്ങനെ പറയും. അങ്ങനെ മുടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിനെ വന്ന് മുടക്കുമായിരുന്നു എന്നിങ്ങനെ മാനസ പറയണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എത്ര പെണ്ണുങ്ങളുണ്ട് എന്നുള്ളതും അവരൊക്കെ എൻ്റെ കൂട്ടുകാരികളാണ്, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, നിങ്ങളിനി വരില്ല, അതുപോലെ കുട്ടീനെ ചിലവിന് തരുമില്ല, അതെനിക്ക് എന്തായാലും ഉറപ്പുണ്ട്, ഞാൻ ജോലിക്ക് പോയ കാരണമാണ് കുട്ടി ജീവിച്ചു പോണത് എന്നെല്ലാം അങ്ങനെ മാനസ പറയണം കേട്ടോ. അതിനുശേഷം മേഘനാഥൻ സ്നേഹത്തോടു കൂടി പോയിട്ട് മാനസയെ വിളിച്ചു കൊണ്ടുപോയി സംസാരിക്കുകയാണ്. മോനെ സ്കൂളിൽ ചേർത്തണം എന്ന് പറയുമ്പോൾ, വേണ്ട, എൻ്റെ പേരൊന്നും ചേർക്കണ്ട, ഡൈവേഴ്സാണ് എന്ന് പറയും, എന്നിട്ട് നീ നിൻ്റെ പേര് ചേർത്തോ എന്നിങ്ങനെ പറഞ്ഞ് സംസാരിക്കണം കേട്ടോ. ഏതായാലും ശരി, കണ്ണൻ്റെയും മഹിൻ്റെയും കാര്യമായി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സ്വത്ത് കിട്ടും, മഞ്ജു ഒരുപാട് കോടീശ്വരയാണ്, അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് അതിലൊരു ഷെയർ ഞാൻ തരും എന്നിങ്ങനെ പറയണം. ഇപ്പം നിങ്ങൾ പറയും, പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ പറയില്ല എന്നിങ്ങനെ മാനസി പറയുന്നുണ്ട് കേട്ടോ. ഇല്ല, എന്തായാലും ഞാൻ നിനക്ക് തരും എന്നെല്ലാം പറഞ്ഞ് മാനസിയോട് സംസാരിച്ചതിന് ശേഷം യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം സാഗർ ഇങ്ങനെ വന്ന് നോക്കുകയാണ്. സാഗർ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ മേഘനാഥൻ്റെ കാറായിരിക്കും കാണുക കേട്ടോ. അതേസമയം പെട്ടെന്ന് തന്നെ മഞ്ജുവിനെ ഫോൺ ചെയ്യണം കേട്ടോ. ഇന്ന സ്ഥലത്ത് മേഘനാഥൻ്റെ കാറുണ്ട് മാനസയുടെ വീട്ടിൽ, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കാണാം എന്നിങ്ങനെ പറയണം. അതേസമയം ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കുകയാണ് സാഗർ. എന്നിട്ട് സാഗർ നേരെ മാർക്കോയുടെ അടുത്തേക്കാണ് പോകുക കേട്ടോ. മാർക്കോയുടെ അടുത്ത് പോയിട്ട് പറയും, ഞാനിങ്ങനെ പോയി മാനസയുടെ വീട്ടിൽ മേഘനാഥനുള്ള കാര്യം ഞാൻ മഞ്ജുവിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ മാർക്കോയ്ക്കും ലോപ്പസിനും ഒരുപാട് സന്തോഷം, അവർ പൊട്ടിച്ചിരിക്കണം കേട്ടോ. അവർ കൈ കൊടുക്കുകയാണ്, നീ ചെയ്തത് നന്നായി, എന്തായാലും അവൾ കണ്ണേട്ടനെ മഹാലക്ഷ്മിയെയും കണ്ണീരാഴ്ത്തിയിട്ട് കല്യാണം കഴിച്ചു പോയതാണ്, അവൾക്ക് അതിൻ്റെ വിഷമം അറിയണം, മേഘനാഥൻ എങ്ങനെയുള്ളവനാണെന്നും അവൾ അറിയണം. ജയിലിൽ 2 തവണ വന്നിട്ട് എന്നെ അവൻ ഭീഷണിപ്പെടുത്തിയതാണ്, അവനെ വേണമെന്നുണ്ടെങ്കിൽ നല്ല തല്ലി പണി കൊടുക്കാം, പക്ഷേ അതിനേക്കാളും നല്ല പണിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്, അവൻ്റെ ഭാര്യ നിൻ്റെ കൂടെ വരണം, അതാണ് അതിൻ്റെ ശരി, കാരണം എങ്കിൽ മാത്രമേ അവൻ പണി പഠിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ മാർക്കോ. അതേസമയം നീ മഹാലക്ഷ്മിയുടെ എങ്ങനെയാണോ നിന്നത് അതേപോലെ നീ മഞ്ജുവിനോട് നിൽക്കണം, എങ്കിൽ നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടും. ഞാൻ കണ്ണസാറോട് പറഞ്ഞിട്ട് എല്ലാ കാര്യവും ചെയ്യാം, നീ നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടി നീ റെഡിയായി നിന്നോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതെല്ലാം കേട്ടപ്പോൾ സാഗറിന് ആകുമത്തൊരു സന്തോഷം തോന്നി കേട്ടോ. അവനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലടാ, എന്തായാലും ശരി,
നിൻ്റെയും എൻ്റെയും ഒരേ കാര്യമാണ്, അത് ഒന്നിച്ച് നടക്കട്ടെ. എന്തായാലും നീ അതിന് വേണ്ടിയിട്ട് വേണം ഇനി പരിശ്രമിക്കാൻ. ഇപ്പം തന്നെ എടിപിടിയെന്നൊന്നും പറയണ്ട, പതുക്കെ തന്നെ. എന്തായാലും മഞ്ജുവിന് നിന്നോടൊരു വിശ്വാസം വന്നിട്ടുണ്ട്. ആ വിശ്വാസം മുതലെടുത്തിട്ട് നീ മഞ്ജുവിനെ എന്തായാലും നിൻ്റെ പരിധിയിലാക്കണം മഞ്ജുവിനെ എന്നിങ്ങനെ പറയണം. അത് ഞാൻ എന്തായാലും ഓക്കെ, അത് ഞാൻ ഏറ്റെടുത്തു എന്നിങ്ങനെ പറയണം. അതേസമയം മഞ്ജു ഇങ്ങനെ വരികയാണ് കേട്ടോ. കാറിലിങ്ങനെ വരുമ്പോൾ തന്നെ മേഘനാഥൻ കുഞ്ഞിനെ എടുത്തിട്ട് മാനസറയും കൂടെ നിൽക്കുകയാണ്. കുഞ്ഞിനെ ഇങ്ങനെ ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. അത് കൊണ്ടാണ് നമ്മുടെ മഞ്ജു വരുന്നത്. മഞ്ജു ആകെ അത് കണ്ടിട്ട്, ആ സീന് കണ്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്.